നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ദി പൊസിഷൻ ടൈം ഗ്രാഫ് എക്സ് ടി ഗ്രാഫ്സ് ഓഫ് ടു ചിൽഡ്രൻ എ ആൻഡ് ബി റിട്ടേണിംഗ് ഫ്രം their സ്കൂൾ O to their homes P and Q respectively are shown in figure. Choose the correct entries in the bracket below. അപ്പോൾ ഒരു കുട്ടികൾ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന ഗ്രാഫാണ് അവർ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന കുട്ടികളിൽ ഗ്രാഫ് പ്രകാരം താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരി, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത്. പി ആണ്, ഇത് എക്സ് ആണ്, ഇത് ക്യൂ ആണ്. ഓക്കെ, അപ്പോൾ അവരെ ക്വസ്റ്റ്യനിൽ ആദ്യം എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന രണ്ട് കുട്ടികളുടെ ഗ്രാഫ് അവരിവിടെ വരച്ചിട്ടുണ്ട്. എന്ത് ഗ്രാഫ്? പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അതിൽ നിന്നും താഴെ തന്നിട്ടുള്ള 5 സ്റ്റേറ്റ്മെന്റിൽ നിന്നും ശരിയായിട്ടുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക. ഇതാ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് എ ഓർ ബി ലീവ്സ് ക്ലോസർ ടു ദ സ്കൂൾ ദാൻ ബി ഓർ എ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ചൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എ ബൈ ബി എന്നും ഇവിടെ സി ബൈ ഡി എന്നും തന്നിട്ടുണ്ട്. നമുക്ക് എ ആണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സി ആയിരിക്കും. ഇതിന്റെ രീതി അതാണ്. നമ്മൾ ഇതിൽ ബി ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം സെലക്ട് ആവുന്നത് ഡി ആണ്. അതാണ് ഇതിന്റെ രീതി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന്റെ രീതി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അവർ പറഞ്ഞേക്കുന്നത് എ ഓർ ബി ലീവ്സ് ക്ലോസർ ടു സ്കൂൾ ദാൻ ബി ഓർ എ. ഇതിൽ ആരാണ് സ്കൂളിന് അടുത്ത് താമസിക്കുന്നത്? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് എത്താൻ കുറച്ച് ഡിസ്റ്റൻസ് സഞ്ചരിച്ചത് ആരാണോ അവനായിരിക്കും സ്കൂളിന് അടുത്ത് താമസിക്കുന്നത്. ഇതിൽ ആരാ കുറച്ച് ഡിസ്റ്റൻസ് സഞ്ചരിച്ചത്? എ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ഇത്രയും, ബി സഞ്ചരിച്ച ഡിസ്റ്റൻസ് ഇത്രയുമാണ്. അപ്പോൾ ആര് സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആ കുറവ്? എ സഞ്ചരിച്ചതാണ്. അപ്പോൾ എ ആണ് സ്കൂളിനടുത്ത് താമസിക്കുന്നത്. നമ്മൾ എന്ത് പറയും? എ ലീവ്സ് ക്ലോസർ ടു സ്കൂൾ ദാൻ. നമ്മൾ ഇവിടെ എ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൂടെ ആരും കൂടെ സെലക്ട് ആവും? ബിയും കൂടെ സെലക്ട് ആവും. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? എ ലീവ്സ് ക്ലോസർ ടു സ്കൂൾ ദാൻ ബി. അങ്ങനെ നമ്മൾ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ എന്താണ്? എ ആണ് കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നമ്മളത് പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഓർ ബി സ്റ്റാർട്ട്സ് ഫ്രം സ്കൂൾ ഏർലിയർ ദാൻ ബി ഓർ എ. ആരാണ് സ്കൂളിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്? എ നോക്കിക്കഴിഞ്ഞാൽ 0 ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബി നോക്കിക്കഴിഞ്ഞാൽ കുറെ കൂടെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതിൽ ആരാ ആദ്യം സ്റ്റാർട്ട് ആയത്? എ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? എ സ്റ്റാർട്ട്സ് ഫ്രം സ്കൂൾ ഏർലിയർ ദാൻ. ഫസ്റ്റ് സെലക്ട് ചെയ്താൽ കൂടെ ആരും കൂടെ സെലക്ട് ആവും? ബി. മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് എ ഓർ ബി വാക്സ് ഫാസ്റ്റർ ദാൻ ബി ഓർ എ. ഇതിൽ ആരാണ് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? സ്പീഡ് കൂടുതലാക്കാണ്, ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ആർക്കാണ്? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? പൊസിഷൻ ടൈം ഗ്രാഫ് ആണോ? സ്ലോപ്പ് നോക്കി നമ്മൾ പറയും ആരാണ് വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്നുള്ളത്. ഇതിൽ വേഗത കൂടുതൽ ആർക്കാണ്? സ്ലോപ്പ് കൂടിയ ബിക്കാണ് വേഗത കൂടുതൽ. അപ്പൊ നമ്മൾ ആര് പറയും? എ ഓർ ബി വാക്സ് ഫാസ്റ്റർ ദാൻ ബി ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആള് എ ഇവിടെ സെലക്ട് ആവും. ബി വാക്സ് ഫാസ്റ്റർ ദാൻ എ എന്ന് നമ്മൾ പറയും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ ആൻഡ് ബി റീച്ച് ദ ഹോം ഇൻ സെയിം ഓർ ഡിഫറെന്റ് ടൈം. എയും ബിയും ഒരേ സമയത്താണോ വീട്ടിലെത്തുന്നത്, അത് വ്യത്യസ്ത സമയത്താണോ എന്നുള്ളത്. എയുടെ വീട് പിയിലാണ്, ബിയുടെ വീട് ക്യൂവിലാണെന്ന് തന്നിട്ടുണ്ട്. രണ്ടുപേരും ആ ഹോമിൽ എത്താനെടുത്ത ടൈം, വീട്ടിലെത്താനെടുത്ത ടൈം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? ദേ റീച്ച് ദ ഹോം ഇൻ സെയിം ടൈം. ഒരേ സമയത്ത് എത്തി. NCERT ടെക്സ്റ്റിൽ ഫിഗറിൽ ഒരു കുഞ്ഞ് വേരിയേഷൻ കിടപ്പുണ്ട്. അത് സെയിം ടൈമാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരേണ്ടത്. അതൊരു കുഞ്ഞ് പ്രിന്റിംഗ് എറർ കാരണം NCERT ഇത് കുറച്ച് നീണ്ടു കിടപ്പുണ്ട്. അത് വേണ്ട, അങ്ങനെ വരയ്ക്കരുത്. അത് മിസ്റ്റേക്ക് കാരണം വന്നതാണ്. ദേ റീച്ച് ദ ഹോം ഇൻ സെയിം ടൈമാണ്, ഒരേ സമയത്ത് തന്നെയാണ് എത്തുന്നത്. മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് എ ഓർ ബി ഓവർടേക്സ് ബി ഓർ എ. എ ബി എ അല്ലെങ്കിൽ ബി എനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ? ഓവർടേക്ക് ചെയ്യുന്നില്ലേടേ. ഇവിടെ എത്തുമ്പോഴാണല്ലോ പരസ്പരം കണ്ടുമുട്ടുന്നത്. ശേഷം ഓവർടേക്ക് ചെയ്ത് കയറി പോവുകയല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ ആരെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്? ഇത് ആർക്കാണ് സ്പീഡ് കൂടുതൽ അവനായിരിക്കും ഓവർടേക്ക് ചെയ്യപ്പെടുന്നത്. അപ്പൊ ബി ആണ് ഓവർടേക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്ത് പറയും? ബി ഓവർടേക്സ് ആരെയായിരിക്കും? എ. എത്ര പ്രാവശ്യം? ഒറ്റ പ്രാവശ്യം മാത്രം. ബി ഓവർടേക്സ് എ ഓൺസ്. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ റിലേറ്റീവ് വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. അത് പ്രകാരം തന്നിട്ടുള്ള 5 ഓപ്ഷൻസ് നോക്കുക. ഞാൻ പൂർണ്ണമായി മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും ബേസ് ലെവലിൽ അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ കൊണ്ടുകൂടെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ആൻസർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ സെഷനിൽ പറയുക, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും.
അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. എ വുമൺ സ്റ്റാർട്ട്സ് ഫ്രം ഹെർ ഹോം at 9 a.m., walks with a speed of 5 km per hour on a straight road up to her office 2.5 km away, stays at the office up to 5 p.m. and returns home by an auto with a speed of 25 km per hour. Choose suitable scales and plot the xt graph of her motion. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ത്രീ 9 മണിക്ക് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി 5 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ നടന്നു. അതിനുശേഷം 2.5 കിലോമീറ്റർ അകലെയുള്ള ഓഫീസിലെത്തി. ആ ഓഫീസിൽ അവരെന്ത് ചെയ്തു? ഓഫീസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓഫീസിൽ അവർ വൈകുന്നേരം 5 മണി വരെ ആ ഓഫീസിൽ തന്നെ ഉണ്ടായിരിക്കും. ആ ഓഫീസിൽ 5 മണി വരെ ഇരുന്നതിന് ശേഷം അവരെന്ത് ചെയ്തു? വീട്ടിലേക്ക് തിരിച്ചു വന്നു. എത്ര വേഗതയിലാണ്? 25 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ തിരിച്ചു വന്നു. അപ്പൊ 25 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ അവർ വരണം എന്നുണ്ടെങ്കിൽ എന്ത് പറ്റണം അവർക്ക്? ആ ഓട്ടോയിലേ വരാൻ പറ്റും. അതും ക്വസ്റ്റ്യൻ ഇവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എന്ത് വരയ്ക്കണം? പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളിത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കാനായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെ വേണം? പൊസിഷനും വേണം, ടൈമും വേണം അല്ലേ? അപ്പോൾ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് അവരെ വീട് നമുക്ക് ഒറിജിനിൽ അങ്ങ് സങ്കല്പിക്കാം. വീട് ഒറിജിനിൽ ഇരിക്കുകയാണെന്നെങ്കിൽ എടുക്കാം. ഇവിടെയാണ് ഒരു വീട്. പൊസിഷൻ ടൈം ഗ്രാഫ്. അതിനുശേഷം അവരെന്ത് ചെയ്തു? ആ വീടിൽ നിന്ന് അവർ ഇറങ്ങിയത് എത്ര മണിക്കാണ്? 9 മണിക്കാണ്. അപ്പൊ ഇവിടെ ഒറിജിനിൽ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ 9 AM ആണ്. 9 AM അവർ ഇറങ്ങിയതിന് ശേഷം 2.5 കിലോമീറ്റർ അവർ 5 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു അല്ലേ? 2.5 കിലോമീറ്റർ 5 കിലോമീറ്റർ പെർ അവർ സഞ്ചരിച്ചു. അപ്പോ ഡിസ്റ്റൻസ് എത്രയാണ്? 2.5 കിലോമീറ്റർ. ടൈം എത്രയാണ്? സ്പീഡ് എത്രയാണ്? 5 കിലോമീറ്റർ പെർ അവർ. അങ്ങനെയെങ്കിൽ അവർ ഓഫീസിൽ എത്താനെടുത്ത സമയം എത്രയായിരിക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 2.5 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും അല്ലേ? 2.5 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. 1/2 അവർ, അതായത് 30 മിനിറ്റ്. 30 മിനിറ്റ് കൊണ്ട് അവരെവിടെ എത്തി? ഓഫീസിലെത്തി. ഈ ഓഫീസ് എത്ര ദൂരത്തിലാണ്? 2.5 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഓഫീസിന്റെ പൊസിഷൻ നമുക്കിവിടെ മാർക്ക് ചെയ്യാം, 2.5 കിലോമീറ്റർ. ഇവർ മൂവ് ചെയ്തത് കോൺസ്റ്റന്റ് സ്പീഡിലാണ് അല്ലേ? കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എത്ര സമയം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർ എവിടെ ഓഫീസിൽ എത്തിയത്? 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടെ 10 മണി എടുത്തു കഴിഞ്ഞാൽ ഇതിനിടയിലാണ് 9:30 വരുന്നത് അല്ലേ? അപ്പോൾ 9:30 മണിക്ക് ഇവരെവിടെ എത്തി? ഓഫീസിലെത്തി. ഓഫീസിലെത്തിയവര് എന്ത് ചെയ്തു? 5 മണി വരെ, വൈകുന്നേരം 5 മണി വരെ അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വലുതായിട്ട് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിക്കുന്നു. പൊസിഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കാൻ ശ്രമിക്കുന്നത്. പൊസിഷനും ടൈമുമാണ് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ പൊസിഷൻ xt എന്നെടുത്തു, ഇവിടെ ടൈം t എന്നെടുത്തു. ഇനി നമുക്ക് വേണ്ടത് അവര് വീടാണ്. വീടിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വീടിനെ ഒറിജിനിൽ വെച്ചു. ഇതാ ഇവിടെ സമയം എത്ര മണിയാണ്? 9 മണിക്ക് അവർ വീട്ടിൽ നിൽക്കുകയാണ്, 9 AM. അതിനുശേഷം 2.5 കിലോമീറ്റർ ദൂരെയുള്ള 2.5 കിലോമീറ്റർ ദൂരെയായിട്ടുള്ള 2.5 അല്ലല്ലേ, 5 കിലോമീറ്റർ ദൂരെയാണ് അല്ലേ? 5 ആണോ 2.5 ആണോ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? 2.5 കിലോമീറ്റർ തന്നെയാണ്. 2.5 കിലോമീറ്റർ ദൂരെയുള്ള ഓഫീസിലേക്ക് അവർ എത്തി. ഈ 2.5 കിലോമീറ്റർ ദൂരെയുള്ള ഓഫീസിലേക്ക് അവർ എത്തുമ്പോൾ ഇതാണ് ഒരു ഓഫീസ്, 2.5 കിലോമീറ്റർ. അത് അവർ എത്ര സമയം കൊണ്ട് എത്തിയെന്ന് നമ്മൾ പറഞ്ഞു? 30 മിനിറ്റ് കൊണ്ട് എത്തി എന്ന് പറഞ്ഞു. ഈ 30 മിനിറ്റ് കൊണ്ടാണ് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 10 വരയ്ക്കാം. ഇത് 11 അല്ലേ? 11, 12, 1, 2, 3, 4, 5, പോട്ടെ, സമയം പോട്ടെ, 6, 7. സമയം അങ്ങ് പോയിക്കോട്ടെ. ടൈം അല്ലേ നമ്മൾ എടുക്കുന്നത്, അങ്ങ് പോയിക്കൊണ്ടിരുന്നോട്ടെ. 9:30 അവർ എവിടെ എത്തും? ഓഫീസിലെത്തും അല്ലേ? അപ്പോൾ 9:30 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. 9:30 ഓഫീസിൽ എത്തുന്നുണ്ട്. ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ വരും. 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെ അവർ എവിടെ തന്നെ ഇരിക്കുകയാണ്? ഓഫീസിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ റെസ്റ്റിലാണ് അല്ലേ? ഓഫീസിൽ ഇരിക്കുന്നു എന്ന് വെച്ചാൽ റെസ്റ്റിലാണ്. അവർ ഓഫീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരിക്കും, അത് നമ്മൾ നോക്കണ്ട. ഓഫീസിൽ തന്നെ ഇരിക്കുകയാണ്, സോ അവർ റെസ്റ്റിലാണ്. റെസ്റ്റിലിരിക്കുന്ന ആളിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ വരും? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് വരും. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ഏത് വരെ പോകും? 5 മണി വരെ പോകും. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഈ 5 മണിക്ക് ശേഷം അവരെവിടെ എത്തുകയാണ്? വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വീട്ടിലേക്കുള്ള ദൂരം എത്രയാണ്? 2.5 കിലോമീറ്റർ തന്നെയാണ് അല്ലേ? കാര്യം
വീട്ടിൽ നിന്ന് ഓഫീസ് വരെ 2.5 കിലോമീറ്റർ ആണെങ്കിൽ ഓഫീസിൽ നിന്ന് വീട് വരെ എത്ര തന്നെയായിരിക്കും? 2.5 തന്നെയായിരിക്കും. അപ്പോൾ തിരിച്ചു പോകാൻ നേരത്തെ ഒരു ഡിസ്റ്റൻസ് 2.5 കിലോമീറ്റർ ആണ്. ഡിസ്റ്റൻസ് 2.5 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ എത്ര വേഗതയിലാണ് സഞ്ചരിച്ചത്? സ്പീഡ് എന്ന് വെച്ചാൽ ഓട്ടോയിൽ വന്നപ്പോൾ ഉള്ള സ്പീഡ് 25 km/h ആണ്. അവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡിസ്റ്റൻസ് 2.5 ഡിവൈഡഡ് ബൈ 25 എത്രയെന്ന് വരും? 1/10 അവർ എന്ന് വരും. എത്രയെന്ന് കിട്ടും? 1/10 അവർ. ഈ 1/10 അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 1/10 അവർ, 1 അവർ 60 മിനിറ്റ്. അപ്പൊ 1/10 എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആയിരിക്കും? 60 ഡിവൈഡഡ് ബൈ 10 മിനിറ്റ്. 6 മിനിറ്റ് കൊണ്ട് അവർ വീട്ടിലേക്ക് എത്തി. എത്ര മിനിറ്റ് കൊണ്ട് അവർ വീട്ടിലെത്തി? 6 മിനിറ്റ് കൊണ്ട് വീട്ടിലേക്ക് എത്തി. അപ്പോ വീട്ടിലെത്തിയ ടൈം തിരിച്ച് പൊസിഷൻ ഒറിജിനിൽ തന്നെ വരുന്നു. അവരെവിടെ എത്തി? 5:06 എന്ന് പറയുന്ന സമയം ഇവിടെ ഞാൻ അങ്ങ് മാർക്ക് ചെയ്യുന്നു. 5:06 PM. ഞാൻ വരച്ചു. ഇതാണ് അവരുടെ എന്ത്? പൊസിഷൻ ടൈം ഗ്രാഫ്. പറഞ്ഞ കാര്യം, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വീട്ടിൽ നിന്നും 9 മണിക്ക് ഇറങ്ങി 5 km/h വേഗതയിൽ 2.5 കിലോമീറ്റർ സഞ്ചരിച്ച് ഓഫീസിലേക്ക് എത്തി. വൈകുന്നേരം 5 മണി വരെ ഓഫീസിലേക്ക് ഇരുന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് ഓട്ടോ വിളിച്ച് 25 km/h വേഗതയിൽ സഞ്ചരിച്ച് വന്നു. ഇവരുടെ എന്ത് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്? പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയുന്നു, എങ്ങനെ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കും? പൊസിഷനും വേണം, ടൈമും വേണം. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അവർ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് തന്നതുകൊണ്ട് നമ്മൾ വീടിന് എവിടെയെന്ന് അങ്ങ് അസ്യൂം ചെയ്തു? ഒറിജിനലാണെന്ന് അങ്ങ് അസ്യൂം ചെയ്തു. ശേഷം 9 മണിക്ക് ഇറങ്ങിയ അവര് 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഓഫീസിലെത്തിയത്. അതുകൊണ്ട് പൊസിഷൻ 2.5 നമ്മൾ മാർക്ക് ചെയ്തു. ആ 2.5 കിലോമീറ്റർ അവർ എത്ര സമയം കൊണ്ടാണ് എത്തിയത്? അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് 5 എന്ന് തന്നിരിക്കുന്നത് കൊണ്ട് 9:30 മണിക്കാണ് അവർ ഓഫീസിൽ എത്തിയതെന്ന് മനസ്സിലാക്കി നമ്മൾ ആ ഗ്രാഫ് വരച്ചു. അതിനുശേഷം 9:30 മണി മുതൽ 5 മണി വരെ അവർ ഓഫീസിലിരിക്കുകയാണ്. ഓഫീസിലിരിക്കുകയാണെങ്കിൽ പൊസിഷൻ മാറുന്നില്ല. അപ്പം നമ്മൾ പാരലൽ ടു ടൈം ആക്സിസ് വരച്ചു. 5 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയ അവര് 25 km/h വേഗതയിൽ വീട്ടിലേക്ക് എത്തി. അപ്പോൾ സമയം നമ്മൾ കണ്ടുപിടിച്ചു. ഡിസ്റ്റൻസ് 2.5 ഡിവൈഡഡ് ബൈ എത്രയെന്ന് എടുത്തു? 25 എന്ന് എടുത്തു. ആ സമയത്ത് നമുക്ക് എത്രയെന്ന് കിട്ടി? 1/10 അവർ എന്ന് കിട്ടി. 1/10 അവർ എന്ന് വെച്ചാൽ എത്ര നേരം പറഞ്ഞു നമ്മൾ? 1/10 അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മിനിറ്റ് ആണെന്ന് പറഞ്ഞു. 6 മിനിറ്റ് ആണെങ്കിൽ അവർ എത്ര മണിക്ക് വീട്ടിലെത്തും? 5:06 വീട്ടിലെത്തും. 5:06 നമ്മൾ ആ ടൈം ആക്സിസ് വരച്ചു, തിരിച്ചൊരു ഗ്രാഫ് വരച്ചു. ഇതാണ് അവരുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയതിന് ശേഷം ഞാൻ തന്ന ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനും ഓൺലൈൻ സെഷനിൽ ചോദിക്കാം. അടുത്തൊരു പ്രോബ്ലം നോക്കാം. എ drunkard walking in a narrow lane takes 5 steps forward and 3 steps backward, followed again by 5 steps forward and 3 steps backward, and so on. Each step is 1 meter long and requires 1 second. Plot the xt graph of his motion. Determine graphically and otherwise how the drunkard takes to fall in a pit 13 meter away from the start. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണ്? ഒരു ഡ്രങ്കാർഡിന്റെ മോഷനെ കുറിച്ച് പറയുന്നു, ഒരു മദ്യപാനിയുടെ മോഷനെ കുറിച്ച് പറയുന്നു. അപ്പോൾ മദ്യപാനിയാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ സെറിബെല്ലത്തിനെയൊക്കെ മദ്യം ബാധിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബാലൻസ് ഒക്കെ ഇല്ലാതെയാവും. അങ്ങനെ ബാലൻസ് ഇല്ലാതായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ നടക്കാൻ പറ്റില്ല. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു മദ്യപാനി 5 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹം 3 സ്റ്റെപ്പ് ബാക്കിലേക്ക് വരും. പിന്നെ 5 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നു, 3 സ്റ്റെപ്പ് ബാക്കിലേക്ക് വരുന്നു. പിന്നെ 5 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നു, 3 സ്റ്റെപ്പ് ബാക്കിലേക്ക് വരുന്നു. അങ്ങനെ നടന്നു പോകുന്ന ഒരാള് 13 മീറ്റർ അകലെയുള്ള ഒരു കുഴിയിൽ വീഴാൻ എത്ര സമയം എടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ എന്ത് ഗ്രാഫ് വരയ്ക്കണം? പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെ വേണം? പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലേ? ഈ പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ പൊസിഷനും വേണം, ടൈമും വേണം. അപ്പോൾ നമ്മളൊരു ടേബിൾ വരയ്ക്കും. ഇതാണ് നമുക്ക് വരയ്ക്കാനുള്ള ടേബിൾ. കുറച്ച് താഴോട്ട് വരയ്ക്കാം ടേബിൾ. കാര്യം നമുക്ക് ഗ്രാഫും കൂടെ വരയ്ക്കാനായിട്ടുള്ളതുകൊണ്ട് ഈ ടേബിളിലേക്ക് താഴോട്ട് വരയ്ക്കും. ഇദ്ദേഹത്തിന്റെ ടേബിൾ നമ്മൾ താഴെ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. മുകളിൽ ടൈം വരയ്ക്കാം, താഴെ പൊസിഷൻ വരയ്ക്കാം. ആദ്യം തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് ടൈമിൽ അദ്ദേഹത്തിന്റെ ടൈം 0 ആണ്. പൊസിഷനും ഇവിടെ തന്നെ എടുക്കുന്നു, 0 തന്നെയാണ് എടുക്കുന്നു. പൊസിഷനും 0 ആണ്, ടൈമും 0 ആണ് എടുക്കുന്നു. അതിനുശേഷം ആദ്യത്തെ 5 സെക്കൻഡ് അദ്ദേഹം 5 സെക്കൻഡ് മുന്നോട്ട് നടക്കും. അതിന് അദ്ദേഹത്തിന് എത്ര സമയം എടുക്കും? 5 സെക്കൻഡ്. ഈ 5 സെക്കൻഡ് കൊണ്ട് അത് എത്ര മീറ്റർ മുമ്പോട്ട് പോകും? 5 മീറ്റർ മുന്നോട്ട് പോകും. അപ്പോൾ 5 എന്ന് തന്നെ കിട്ടും. ഈ 5 മീറ്റർ മുന്നോട്ട് പോയ ആള് പിന്നെ എന്ത് ചെയ്യും? 3 സ്റ്റെപ്പ് ബാക്കിലേക്ക് വരും.
ഈ 3 സ്റ്റെപ്പ് ബാക്കിലേക്ക് വരാൻ അദ്ദേഹത്തിന് എത്ര സമയം എടുക്കും? 3 സെക്കൻഡ് എടുക്കും. അപ്പോൾ ടൈം എത്രയാവും? 5 + 3 ഈസ് അടുത്തത് 8ാമത്തെ സെക്കൻഡ് ആവും. 8th സെക്കൻഡ് ആവുമ്പോൾ അദ്ദേഹം 0-ൽ നിന്നും 5 മീറ്ററിൽ നിൽക്കുകയാണ്. 0-ൽ നിന്ന് 5 മീറ്ററിൽ നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹം എത്ര ബാക്കിലേക്ക് വന്നു? 3 മീറ്റർ ബാക്കിലേക്ക് വന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പൊസിഷൻ എവിടെയാണ്? 5 - 3 ഈസ് 2 മീറ്റർ. അപ്പോൾ അദ്ദേഹം 8ാമത്തെ സെക്കൻഡിൽ എവിടെ നിൽക്കുകയാണ്? 2ാമത്തെ മീറ്റർ നിൽക്കുകയാണ്. അടുത്ത അദ്ദേഹം എന്ത് ചെയ്യും? 5 സ്റ്റെപ്പ് മുന്നോട്ട് നടക്കും. 5 സ്റ്റെപ്പ് മുന്നോട്ട് നടക്കാൻ എത്ര സമയം എടുക്കും? 5 സെക്കൻഡ്. 8 + 5 ഈസ് 13. 13ാമത്തെ സെക്കൻഡിൽ അദ്ദേഹം എവിടെ നിൽക്കും? 5 സ്റ്റെപ്പ് മുന്നോട്ട് പോകും. 5 മീറ്റർ മുന്നോട്ട് പോകും. 2-ൽ നിന്ന് 5 മീറ്റർ മുന്നോട്ട് പോയാൽ 7 മീറ്ററിൽ നിൽക്കും. 7 മീറ്ററിൽ എത്തി അദ്ദേഹം എന്ത് ചെയ്യും? 3 സ്റ്റെപ്പ് ബാക്കിലേക്ക് വരും. ഈ 3 സ്റ്റെപ്പ് ബാക്കിലേക്ക് വരുമ്പോൾ സമയം എത്രയാവും? 16. 3 സ്റ്റെപ്പ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 7-ൽ നിന്ന് 3 മീറ്റർ കുറച്ച് കഴിഞ്ഞാൽ 4 മീറ്റർ ബാക്കിൽ വന്ന് അദ്ദേഹം 5 സ്റ്റെപ്പ് മുന്നോട്ട് പോകും. 5 സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ എത്ര സമയം എടുക്കും? 5 സെക്കൻഡ് എടുക്കും. സോ ദ ടൈം ഈസ് 21 സെക്കൻഡിലാവുമ്പോൾ അദ്ദേഹത്തിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? 4-ൽ നിന്നും 5 മീറ്ററോടെ മുന്നോട്ട് പോയാൽ 9 മീറ്ററിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യും? 3 മീറ്റർ ബാക്കിലേക്ക് വരും. സമയം എത്രയാവും? 3 സെക്കൻഡൂടെ കൂടും, 24. 9-ൽ നിന്നും 3 കുറഞ്ഞു കഴിഞ്ഞാൽ 6 മീറ്ററിലാവും. 6 മീറ്ററിൽ വന്ന് അദ്ദേഹം പിന്നെ എന്ത് ചെയ്യും? 5 മീറ്റർ മുന്നോട്ട് പോകും. 5 മീറ്റർ മുന്നോട്ട് പോകാൻ എത്ര സമയം എടുക്കും? 5 സെക്കൻഡ്. 24 × 5 = 29. അപ്പോൾ 6-ൽ നിന്ന് അദ്ദേഹം 5 കൂടെ പോകുമ്പോൾ 11 മീറ്ററിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യും? 3 മീറ്റർ ബാക്കിലേക്ക് വരും. 3 മീറ്റർ ബാക്കിലേക്ക് വരുമ്പോൾ എത്രയാവും? 8 മീറ്ററിലാവും. ഈ 3 മീറ്റർ ബാക്കിലേക്ക് വരാൻ എത്ര സമയം എടുക്കും? 3 സെക്കൻഡ്. 29 × 3 = 32 സെക്കൻഡിൽ 8 മീറ്ററിൽ നിൽക്കുന്ന അദ്ദേഹം എന്ത് ചെയ്യും? പിന്നെ 5 മീറ്റർ മുന്നോട്ട് പോകും. 5 മീറ്റർ മുന്നോട്ട് പോകാൻ 37 സെക്കൻഡ് ആവും. 37 സെക്കൻഡിലാവുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? 5 മീറ്റർ മുന്നോട്ട് പോയി 13 മീറ്ററിലെത്തും. 13 മീറ്ററിലെത്തിയതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്യും? 3 മീറ്റർ ബാക്കിലേക്ക് വരും. വരൂ? ഇല്ല. 13 മീറ്ററിൽ ആരുണ്ട്? കുഴി. 13 മീറ്ററിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എവിടെ വീഴും? കുഴിയിലകത്ത് വീഴും. പിന്നെ ബാക്കിലേക്ക് വരില്ല. അവിടെ കിടന്നോളും. പിന്നെ ശല്യവും ഇല്ല. അവിടെ വെച്ച് അവസാനിച്ചു. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ പൊസിഷൻ വേഴ്സസ് ടൈം. ഇനി ഇതിനെ നമ്മളൊരു ഗ്രാഫ് ആക്കണം. അപ്പൊ ഗ്രാഫ് ആക്കുമ്പോൾ നമുക്ക് ആരൊക്കെ വേണം? പൊസിഷനും ടൈമും വേണം. ഇത് പൊസിഷൻ, ഇത് ടൈം. പൊസിഷൻ എങ്ങനെ പോകുന്നു? ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം എന്ന വിശ്വാസത്തിലാണ് പെട്ടെന്നൊന്ന് പറയുന്നത്. പൊസിഷൻ എങ്ങനെയാണ് പോകുന്നത്? 0, 5, 2, 7, 4, 9, 6, 11, 8, 13. അപ്പോൾ നമുക്കൊരു 2ന്റെ മൾട്ടിപ്പിൾ മതിയായിരിക്കും അല്ലേ പൊസിഷൻ വരയ്ക്കാനായിട്ട്. 2ന്റെ മൾട്ടിപ്പിൾ ഇട്ട് പൊസിഷൻ വരയ്ക്കാം. എത്ര വരെ വേണം? 13 വരെ വേണം. 2, 4, 6, 8, 10, 12, 14. 2, 4, 6, 8, 10, 12, 14. പൊസിഷൻ മീറ്ററിലാണ്. ബ്രാക്കറ്റിനകത്ത് m എന്ന് കൊടുത്തു. ഇനി ആരുണ്ട്? ടൈം വേണം അല്ലേ? ടൈം എത്ര വരെ വേണം? 37 വരെ വേണം. 40 വരെ എടുക്കാം. 5ന്റെ മൾട്ടിപ്പിൾ കൊടുക്കുന്നതല്ലേ എളുപ്പം. 2ന്റെ മൾട്ടിപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ദൂരം കൊടുക്കേണ്ടി വരും. 5ന്റെ മൾട്ടിപ്പിൾ കൊടുക്കാം. 5, 10, 15, 20, 25, 30, 35, 40. ഇനി നമുക്ക് അതിൻ്റെ 2ഉം 7ഉം ഒക്കെ നമുക്ക് ഏകദേശം ഇടയിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഗ്രാഫ് പേപ്പർ ഉണ്ടെങ്കിൽ കുറച്ച് നല്ലോണം മാർക്ക് ചെയ്യാം. അപ്പോൾ ടൈം 0 പൊസിഷൻ 0, ടൈം 0 പൊസിഷൻ 0 ഇവിടെ വരും. ടൈം 5 പൊസിഷൻ 5. അപ്പൊ ടൈം 5 വരുമ്പോൾ എവിടെയാണ്? ഇത് പൊസിഷൻ 5 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും അല്ലേ? അപ്പൊ ഇങ്ങനെ വരയ്ക്കണം. ഇതാണ് ടൈം 5 പൊസിഷൻ 5 എന്ന് പറഞ്ഞ പോയിന്റ്. ഇനി എന്ത് വരും? ടൈം 8 പൊസിഷൻ 2. ടൈം 8 എവിടെ? ഇവിടെ വരും. പൊസിഷൻ 2 എവിടെയാണ്? താഴെ വരും അല്ലേ? അപ്പൊ അത് ഏകദേശം ഇവിടെ വരും പോയിന്റ്. അടുത്തത് ടൈം 13 പൊസിഷൻ 7. 13 എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും വരും. 7 എവിടെയാണ്? 7 ഇവിടെ വരും. ഇവിടെ കിട്ടൂല്ലേ പോയിന്റ്. അടുത്തത് ടൈം 16 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. പൊസിഷൻ എവിടെയാണ്? 4. അപ്പൊ 16, 4 ഇവിടെ വരും. 21 പൊസിഷൻ 9 ആണ് അല്ലേ? 21 എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും വരും. 9 എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും വരും. അപ്പൊ ഇതിവിടെ കിട്ടി. നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ സ്കെയിലൊക്കെ കറക്റ്റ് ചെയ്ത് വരയ്ക്കുക. ഇനി അടുത്ത 24 6 അല്ലേ? 24 എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും വരും. 6 എന്ന് പറയുന്നത് താഴെ വരും. 29 11. 29 ഇവിടെ വരും. 11 എവിടെ? മുകളിൽ ഇവിടെ വരും. 32 8. 32 എന്ന് വെച്ചാൽ ഇവിടെ വരും. 8 ഇവിടെ ഇവിടെ വരും. പിന്നെ ആരുണ്ടേ? 37 13 എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും വരും. അത് 13 എവിടെ എത്തി? ഗ്രാഫ് എങ്ങനെ വരും? ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്യുന്നല്ലേ ഗ്രാഫ്. 6 ഗ്രാഫ് വരും.
13 കുഴി തീർന്നു. ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും നമുക്ക്. ഒന്ന് വരച്ചു നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്റെ തിയറട്ടിക്കൽ പാർട്ട് എങ്ങനെയാണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതിന്റെ തിയറട്ടിക്കൽ പാർട്ടിൽ എങ്ങനെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു കുഞ്ഞു ലോജിക്കാണ്. ആ ലോജിക്ക് നിങ്ങളുടെ മനസ്സിൽ കിട്ടണം. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇദ്ദേഹം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ അല്ലേ? കുഴി എത്രയിലാണ്? ഇദ്ദേഹം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. കുഴി എത്ര മീറ്ററിലാണ് നിൽക്കുന്നത്? ഇത് കുഴി 13 മീറ്ററിലാണ് കുഴി നിൽക്കുന്നത്. അവിടെ നിന്നോട്ടെ. ഇദ്ദേഹത്തിന് സ്റ്റെപ്പ് എങ്ങനെയാണ്? 5 സ്റ്റെപ്പ് മുന്നോട്ട്, അതിന് ടൈം 5 സെക്കൻഡ് എടുക്കും. 5 സെക്കൻഡ്. 3 സ്റ്റെപ്പ് ബാക്കിലോട്ട്, അതിന് ഇത്ര സമയം എടുക്കും? 3 സെക്കൻഡ്. ദാറ്റ് മീൻസ് ടോട്ടൽ ഓഫ് 8 സെക്കൻഡ്. 8 സെക്കൻഡിൽ അദ്ദേഹം എത്ര സ്റ്റെപ്പ് മുമ്പോട്ട് പോകും? 5 സ്റ്റെപ്പ് പോയി 3 സ്റ്റെപ്പ് ബാക്കിലോട്ട് വരും. ദാറ്റ് മീൻസ് 2 സ്റ്റെപ്പ് എഫക്റ്റ് ആയിട്ടുള്ളൂ. 5 മുമ്പോട്ട് പോയി 3 ബാക്കിലോട്ട് പോകും. എഫക്റ്റ് എത്രയാണ്? 2 സ്റ്റെപ്പ്. 8 സെക്കൻഡിൽ 2 സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പ് 1 മീറ്റർ ആയത് കാരണം 2 മീറ്റർ. സോ 2 മീറ്റർ സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് 8 സെക്കൻഡ് വേണം. 2 മീറ്റർ സഞ്ചരിക്കാൻ എത്ര വേണം? 8 സെക്കൻഡ് വേണം. ഇവിടെ കടന്നോട്ടെ. 2 മീറ്റർ സഞ്ചരിക്കാൻ 8 സെക്കൻഡ്. അത് നമുക്ക് കിട്ടി. ഇനി ഇത് എത്ര മീറ്ററിലാണ്, എത്ര സ്റ്റെപ്പ് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ എത്ര സമയം കഴിയുമ്പോഴത്തേക്കാണ് കുഴിയിൽ വീഴുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ആ കുഴി എത്ര ദൂരെയാണെന്ന് നോക്കണം. 13 മീറ്റർ. അതിൽ നിന്നും ഫസ്റ്റ് മുമ്പോട്ട് പോകുന്ന സ്റ്റെപ്പ് അങ്ങ് കുറയ്ക്കുക. 13 നിന്നും 5 കുറയ്ക്കുക. എത്ര കിട്ടും? 8 മീറ്റർ. സോറി, 8 മീറ്റർ. 8 മീറ്റർ കിട്ടുന്നു. ശേഷം 8 മീറ്റർ പോവാൻ അദ്ദേഹത്തിന് എത്ര സമയം എടുക്കുമെന്ന് നോക്കണം. 8 മീറ്റർ പോകാൻ എത്ര സമയം? 2 മീറ്റർ പോവാൻ 8 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ 8 മീറ്റർ പോകാൻ എത്രയായിരിക്കും? അപ്പുറം 4 കൊണ്ട് ഗുണിച്ചാൽ പോരെ. ഇവിടെ 8 മീറ്റർ പോവാൻ കാര്യം എന്താണ്? 2 മീറ്റർ ഇൻറ്റു 4, 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 8 മീറ്റർ കിട്ടും. 8 മീറ്റർ പോവാൻ 8 ഇൻറ്റു 4. സോ 8 മീറ്റർ സഞ്ചരിക്കാൻ 32 സെക്കൻഡ്. അതിനോടൊപ്പം മുമ്പോട്ടുള്ള സ്റ്റെപ്പിന്റെ ടൈം അങ്ങ് കൂട്ടുക. മെത്തേഡ് എന്താണ്? കുഴി എവിടെയാണെന്ന് നോക്കുക, അതിൽ നിന്നും മുമ്പോട്ട് പോണ സ്റ്റെപ്പ് അങ്ങ് കുറയ്ക്കുക. 8 മീറ്റർ. ആ 8 മീറ്ററിന് എത്ര സമയം എടുക്കുമെന്ന് കണ്ടുപിടിക്കുക. 32 സെക്കൻഡ്. അതിനോടൊപ്പം 5 സെക്കൻഡിന് നമ്മൾ ആദ്യം കുറച്ചില്ലേ? ആദ്യം കുറച്ചിട്ടാണല്ലോ നമ്മളെ കണ്ടുപിടിച്ചത്. ആ 5 സെക്കൻഡിന് 5 സ്റ്റെപ്പിന് എത്ര സമയം എടുക്കുമെന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. 5 സെക്കൻഡ്. സോ ദ ആൻസർ ഈസ് 37 സെക്കൻഡ്. നല്ലോണം ചിന്തിച്ചു വെക്കുക. അതിന്റെ ലോജിക്ക് എങ്ങനെയാണ് പറഞ്ഞതെന്ന് നല്ലോണം ചിന്തിച്ചു വെക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. എ ജെറ്റ് aeroplane traveling at a speed of 500 km per hour ejects the products of combustion at a speed of 1500 km per hour relative to the jet plane. What is the speed of the latter with respect to the observer in ground? Latter എന്ന വേർഡിന്റെ അർത്ഥം LATTER എന്ന വേർഡിന്റെ അർത്ഥം രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആളിനെ കുറിച്ച് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഒരു ജെറ്റ് പോവുകയാണ്, ജെറ്റ് എയറോപ്ലെയിൻ പോവുകയാണ്. ആ ജെറ്റ് പോകുന്നത് 500 km per hour വേഗതയിലാണ് സഞ്ചരിച്ച് പോകുന്നത്. 500 km per hour ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ് എടുക്കുന്നു. അതിൽ നിന്നും കമ്പഷൻ, ജെറ്റ് എയർ ആണെന്നുണ്ടെങ്കിൽ, ജെറ്റ് വിമാനമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിലേക്ക് റോക്കറ്റിൽ നിന്നും പോകുന്നത് പോലെ കമ്പഷൻ ആയിട്ടുള്ള പുക പോലുള്ള അതിന്റെ ഇന്ധനം കത്തുന്ന സാധനം ബാക്കിലേക്ക് മൂവ് ചെയ്ത് പോകും. ആ ബാക്കിലേക്ക് മൂവ് ചെയ്ത് പോകുന്നതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 1500 km per hour തന്നിട്ടുണ്ട്. അത് തന്നിട്ടുള്ളത് ഇതിന്റെ നോർമൽ വെലോസിറ്റി അല്ല, വെലോസിറ്റി ഓഫ് ദിസ് കമ്പഷൻ വിത്ത് റെസ്പെക്ട് ടു ജെറ്റ് ആണ്. വെലോസിറ്റി ഓഫ് കമ്പഷൻ വിത്ത് റെസ്പെക്ട് ടു ജെറ്റ്, അതിന്റെ വാല്യൂ എത്രയും തന്നിട്ടുണ്ട്? 1500 km per hour തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ജെറ്റ് എത്രയും തന്നിട്ടുണ്ട്? 500 km per hour തന്നിട്ടുണ്ട്. ഇത് 1500 അല്ല, -1500 ആണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ട്. കാര്യം ഇത് പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, 500 പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് നമ്മൾ എന്തെടുത്തു? മൈനസ് കൊടുക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. സോ -1500 km per hour. ഇനി നമുക്കറിയാലോ VBA, വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് വെച്ചാൽ VB മൈനസ് VA ആണെന്ന് നമ്മൾ കുറേ മുന്നേ പഠിച്ചു. അങ്ങനെയെങ്കിൽ വെലോസിറ്റി ഓഫ് കമ്പഷൻ വിത്ത് റെസ്പെക്ട് ടു ജെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? VC മൈനസ് VJ ആയിരിക്കും. VC മൈനസ് VJ. ചോദിച്ചിട്ടുള്ള എന്താണ്? എവന്റെ വെലോസിറ്റി, കമ്പഷന്റെ വെലോസിറ്റി താഴെ നിന്നൊരാൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്രയായിട്ട് തോന്നും? ദാറ്റ് മീൻസ് എവന്റെ ഒറിജിനൽ വെലോസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? VC ആണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാത്തിന്റെ വാല്യൂ നമുക്കില്ലേ? VC കണ്ടുപിടിക്കാൻ എങ്ങനെ കണ്ടുപിടിക്കും? VC ഈസ് ഈക്വൽ ടു എവനെ ഇപ്പുറത്ത് കൊണ്ടുവന്നത് അല്ലേ? VCJ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും, പ്ലസ് VJ. VCJയുടെ വാല്യൂ -1500 പ്ലസ് VJയുടെ വാല്യൂ 500. സോ ദ ആൻസർ ഈസ് -1000
യൂണിറ്റ് ഈസ് km/h. എന്താ മൈനസ് ചോദിക്കുന്നത്? മൈനസ് സൂചിപ്പിക്കുന്നത് താഴെ നിന്ന് നോക്കുന്ന ആളിനും ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതായിട്ട് തന്നെ ഫീൽ ചെയ്യും. സോ ദ ആൻസർ ഈസ് -1000 km/h. എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കുക. ഈ ക്വസ്റ്റ്യനും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 trains A and B, length 400 meter each, are moving on 2 parallel tracks with the uniform speed of 72 km/h in the same direction. With A ahead of B, driver of B decides to overtake A and accelerates by 1 meter per second square. After 50 seconds, the guard of B just brushes past the driver of A. What is the original distance between them? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 2 ട്രെയിനുകൾ. ഇത് എ എന്ന് പറയുന്ന ട്രെയിന്, ഇത് ബി എന്ന് പറയുന്ന ട്രെയിൻ എടുക്കാം. ബി എന്ന് പറയുന്ന ട്രെയിന്, ഇത് എ എന്ന് പറയുന്ന ട്രെയിൻ. രണ്ടുപേരും പാരലൽ ട്രാക്കിൽ പോകുന്നു. രണ്ടുപേരുടെയും വെലോസിറ്റി 72 km/h തന്നെയാണ്. രണ്ടുപേരുടെ ലെങ്തും സെയിം തന്നെയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ട്രെയിനുകൾ എ ആണ് മുന്നേ പോകുന്നെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോകുന്ന ട്രെയിനുകളിൽ രണ്ടാമത്തെ ട്രെയിനിന്റെ ബിയുടെ ഡ്രൈവർ എയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ എയെ മറികടന്ന് പോകാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ മറികടന്ന് പോകാൻ ശ്രമിച്ച അദ്ദേഹം 1 meter per second square എന്ന ആക്സിലറേഷൻ ഉപയോഗിച്ചു. 1 meter per second square എന്ന ആക്സിലറേഷൻ ഉപയോഗിച്ചതിന് ശേഷം 50 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ വന്ന് ഓവർടേക്ക് ചെയ്ത് ഇവിടെ എത്തി. എന്നിട്ട് എന്ത് പറയുന്നുണ്ട്? ഈ ട്രെയിനിന്റെ ഗാർഡ്, ബി എന്ന് പറയുന്ന ട്രെയിനിന്റെ ഗാർഡ് എ എന്ന് പറയുന്ന ട്രെയിനിന്റെ ഡ്രൈവറിനെ പാസ് ചെയ്തു. റൈറ്റ് സൈഡിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. ട്രെയിനിന്റെ ഡ്രൈവർ ഇവിടെയാണ് ഇരിക്കുന്നത്, ഇതിന്റെ ഗാർഡ് ഇവിടെയാണ് നിൽക്കുന്നത്. ട്രെയിനിന്റെ ഗാർഡ് എവിടെയാണ് നിൽക്കുന്നത്? മറ്റേ ജയറാമിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, പിന്നെയും ആരോക്കിനാവിന്റെ പടികടന്നെത്തുന്ന പതനീശ്വരൻ, ആ സിനിമയിൽ ജയറാമിന്റെ ജോലി ട്രെയിനിന് ഗാർഡിനൊക്കെ ഫ്ലാഗ് കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിന്റെ ഗാർഡ് നിൽക്കുന്നത് ട്രെയിനിന്റെ ബാക്കിലാണ്. അപ്പോൾ ഈ ട്രെയിനിന്റെ ഗാർഡ് ഇതിന്റെ ഡ്രൈവറിനെ പാസ് ചെയ്ത് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഇവിടെ എത്തി എന്നാണ് അർത്ഥം. അതിനുള്ള സമയം തന്നിട്ടുണ്ട് 50 സെക്കൻഡ്. നമ്മളത് ചോദിച്ചിട്ടുള്ളത് ഇനിഷ്യലി അവർ എത്ര ഡിസ്റ്റൻസിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നു. തുല്യ അകലമുള്ള എയും ബിയും എന്ന 2 ട്രെയിനുകൾ ഒരേ വെലോസിറ്റിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബി എന്ന് പറയുന്ന ബാക്കിൽ നിന്ന് വരുന്ന ട്രെയിനിന്റെ ഡ്രൈവറിന് ഇതിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. 50 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഓവർടേക്ക് ചെയ്ത് ഇവിടെ എത്തി. ഇനിഷ്യലി എത്ര ദൂരത്തിലാണെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് ഒരു വസ്തു അല്ല മൂവ് ചെയ്യുന്നത്, 2 വസ്തുക്കളാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ 2 വസ്തുക്കളും ഇപ്പൊ യവൻ ഇങ്ങനെ മാത്രം മൂവ് ചെയ്യല്ല, യവൻ അങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ യവൻ അങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയും വരുന്നു. സോ 2 വസ്തുക്കളുടെ മോഷൻ ആയത് കാരണം വി ആർ ടേക്കിംഗ് റിലേറ്റീവ് വെലോസിറ്റി. അപ്പൊ നമുക്ക് ഈ ഒരു ട്രെയിനിന്റെ ഡ്രൈവറിന് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താനെടുത്ത സമയമാണ് 50 സെക്കൻഡ്. ശരിയല്ലേ? ഈ ട്രെയിനിന് ഇവിടെ എത്താനെടുത്ത സമയമാണ് 50 സെക്കൻഡ്. അവിടെ സമയം എത്രയാണ്? 50 സെക്കൻഡ്. ആക്സിലറേഷൻ എത്രയാണ്? 1 meter per second square. ശരിയല്ലേ? ഇനി റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദിസ് വിത്ത് ദിസ്, അതാണല്ലോ ഇവിടെ നമ്മളെ വെലോസിറ്റി ആയിട്ട് സങ്കല്പിക്കുന്നത്. കാര്യം ഇവിടെ 2 വസ്തുക്കൾ ഉള്ളതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി എന്ന് വെച്ചാൽ റിലേറ്റീവ് വെലോസിറ്റി എടുക്കാനേ നമുക്ക് അധികാരമുള്ളൂ. സോ ഇവരുടെ ഇനിഷ്യൽ റിലേറ്റീവ് വെലോസിറ്റി എത്രയായിരുന്നു? ഇനിഷ്യൽ റിലേറ്റീവ് വെലോസിറ്റി VB - VA ആണ്. ഇനിഷ്യൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? രണ്ടുപേരും ആദ്യം 72 തന്നെയല്ലേ പോയിക്കൊണ്ടിരുന്നത്. സോ ഇനിഷ്യൽ റിലേറ്റീവ് വെലോസിറ്റി 0. ടിയും എയും യുവും ഉണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എസ് കണ്ടുപിടിക്കാൻ പറ്റും. S is equal to ut plus half at square. യുവിന്റെ വാല്യൂ എത്ര? ഇനിഷ്യൽ റിലേറ്റീവ് വെലോസിറ്റി 0 ഇൻറ്റു സമയം എത്ര? 50 പ്ലസ് ഹാഫ് ഇൻറ്റു എയുടെ വാല്യൂ എത്ര? 1 ഇൻറ്റു ടി 50 സ്ക്വയർ. റൈറ്റ് സൈഡിലേക്ക് എഴുതാം. S is equal to 0 plus half into 50 square 2500. On cancelling we get 2500 പകുതി അല്ലേ? 1250 മീറ്റർ. ഇത് മുതൽ ഇതുവരെയുള്ള ദൂരം 1250 മീറ്റർ എന്ന് കിട്ടി. ചോദിച്ചിട്ടുള്ള ഇതല്ലേ? ഇനിഷ്യൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഇനിഷ്യൽ ഡിസ്റ്റൻസ് ഇത് മുതൽ ഇതുവരെ 1250. ഈ ട്രെയിനിന്റെ നീളം എത്ര? 400. ഈ ട്രെയിനിന്റെ നീളം എത്ര? 400. ബാക്കിയല്ലേ കിടക്കുന്നത്? ഇതെത്രയാണ്? 1200 മൈനസ് 400 പ്ലസ് 400. 1200 മൈനസ് 800. സോറി 1250 അല്ലേ? 1250 മൈനസ് 800. സോ ദ ആൻസർ ഈസ് 450 മീറ്റർ.
ആദ്യം ആ 2 ട്രെയിനുകളും എത്ര അകലത്തിലായിരുന്നു നിന്നത്? 480 മീറ്റർ അകലത്തിലാണ് നിന്നത്. എങ്ങനെ ചെയ്തു? നമ്മളിപ്പോൾ പറഞ്ഞു. നല്ലപോലെ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ എ 2-lane road, a car A is traveling with a speed of 36 km/h. Two cars B and C approaches car A in opposite directions with a speed of 54 km/h each. At a certain instant, when the distance AB is equal to AC, both being 1 kilometer, B decides to overtake A before C does. What minimum acceleration of car B is required to avoid an accident? ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം വായിച്ചു നോക്കുക. വീഡിയോ പാസ് ചെയ്ത് വെച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു കാറ് എ എന്ന് പറയുന്ന കാർ 36 km/h സഞ്ചരിച്ചു പോവുകയാണ്. ദിസ് ഈസ് കാർ എ. ഞാൻ അതിന് വലതോട്ട് പോകുന്നതിന് എടുക്കുന്നു. 36 km/h എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു 5/18 ചെയ്ത് കഴിഞ്ഞാൽ 10 m/s എന്ന് നമുക്ക് കിട്ടും. ഒന്നിൽ 36 km/h അല്ലെങ്കിൽ 10 m/s വലതോട്ട് പോകുന്നു. 10 m/s. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ആ കാറിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി 2 കാറുകൾ വരുന്നു. ഇവിടെ നിന്നൊരു കാർ വരുന്നു. ഈ കാർ ബി. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് 2 കാറുകൾ വരുന്നത്. ഇവിടെ നിന്നൊരു കാർ വരുന്നു. സി. ഈ 2 കാറും വരുന്നത് 54 km/h 54 km/h. 54നെ നമുക്ക് മാറ്റാമല്ലോ. 54 × 5/18 ക്യാൻസലിംഗ് 3 15 m/s. 54 km/h അല്ലെങ്കിൽ 15 m/s. അപ്പൊ ഇവൻ വരുന്നത് 15 m/s. ഇങ്ങോട്ട് വരുന്നു. ഇവനും 15 m/s. അങ്ങോട്ട് പോകും. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇത് 2 കാറുകൾ തമ്മിലുള്ള അകലം എ ബിയും എ സിയും 1 കിലോമീറ്റർ ആയിരുന്ന സമയത്ത്, എ ബിയും എ സിയും 1 കിലോമീറ്റർ ആയിരുന്ന സമയത്ത് ബിയുടെ ഡ്രൈവർ വിചാരിക്കുന്നു എ എങ്ങോ ഓവർടേക്ക് ചെയ്യണം. സി അവനെ കടന്നു പോകുന്നതിന് മുന്നേ എ എങ്ങോ ഓവർടേക്ക് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ട് ഇവൻ എത്ര ആക്സിലറേഷൻ വേണം? ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ സി ഇവിടെ എത്തുന്നതിന് മുന്നേ ആയിട്ട് ബിക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ വേണ്ടി എത്ര ആക്സിലറേഷൻ വേണം? അപ്പൊ നമുക്ക് നോക്കേണ്ടത് സി ഇവിടെ എത്തുന്ന സമയത്തിന് മുന്നേ അവൻ ഇവിടെ നിന്ന് കടന്നു പോകണം. അപ്പൊ സിക്ക് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം കണ്ടുപിടിച്ചുകൂടെ നമുക്ക്? ടൈം ഫോർ സി ടു റീച്ച് എ അല്ലെങ്കിൽ മീറ്റ് എ, എങ്ങനെയായാലും മതി. ഇങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. റിലേറ്റീവ് വെലോസിറ്റി അല്ലേ എടുക്കേണ്ടത്? 2 വസ്തുക്കളും മൂവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി എടുക്കാനേ അർഹതയുള്ളൂ. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റിലേറ്റീവ് വെലോസിറ്റി വരുന്നത്. ഇപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? അവന് വെലോസിറ്റി ഈസ് വെലോസിറ്റി ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു എ. വെലോസിറ്റി സി അല്ലേ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. വെലോസിറ്റി ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു എ ഈസ് വി സി പ്ലസ് വി എ. എന്തുകൊണ്ട് വി സി പ്ലസ് വി എ എന്ന് എടുത്തു? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടല്ലേ. വി സി പ്ലസ് വി എ എന്ന് വെച്ചാൽ 15 + 10 25 m/s. എത്ര ഡിസ്റ്റൻസ് അവിടെ കവർ ചെയ്യേണ്ടത്? 1 കിലോമീറ്റർ അല്ലേ. ഇപ്പൊ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എത്രയാണ്? 1 കിലോമീറ്റർ. ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. എന്തായാലും കുഴപ്പമില്ല. എത്രയാണ്? 1000. കിലോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റി. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 1000 മീറ്റർ. 1000 ഡിവൈഡഡ് ബൈ സ്പീഡ് എത്രയാണ്? 25. 1000 ഡിവൈഡഡ് ബൈ 25, 1000 ഡിവൈഡഡ് ബൈ 25, വി ഗെറ്റ് 40 സെക്കൻഡ് ആസ് ദി ആൻസർ. 40 സെക്കൻഡ് ആൻസർ കിട്ടും. അപ്പോൾ സിക്ക് എയുടെ അടുത്ത് എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 40 സെക്കൻഡ്. ഈ 40 സെക്കൻഡ് കൊണ്ട് ബിക്ക് എന്ത് ചെയ്യണം? ഇവിടെ കടന്നു പോകണം. ഇനി അടുത്ത് നോക്കേണ്ടത് ബിക്ക് എ കടന്നു പോകാൻ എടുക്കുന്ന ടൈം, മാക്സിമം സമയം എത്രയേ ഉള്ളൂ? 40 സെക്കൻഡേ ഉള്ളൂ. 40 സെക്കൻഡ് മുന്നിൽ കടന്നു പൊക്കോളണം, അല്ലെങ്കിൽ ഇടിക്കും. ഇവന്റെ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. എ വെച്ച് നോക്കുമ്പോൾ ബിയുടെ വെലോസിറ്റി, കാര്യം രണ്ടുപേരും മൂവ് ചെയ്യുകയാണ്. എന്താണ്? വി ബി മൈനസ് വി എ. കാര്യം സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് കാരണം എന്ത് വരും? 15 - 10 ഈസ് 5 m/s. അപ്പൊ അവന്റെ വെലോസിറ്റി എത്രയാണ്? 5 m/s. ഇനിഷ്യൽ വെലോസിറ്റി ആണല്ലോ, ആക്സിലറേഷൻ ഉള്ള വസ്തുവാണ്. ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ തന്നിട്ടുള്ള അവന്റെ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. യുവിന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. എസിന്റെ വാല്യൂ ഉണ്ടോ? ഇവിടെ നിന്ന് ഇവിടെയാണ് എത്തേണ്ടത്. 1 കിലോമീറ്റർ, 1000 മീറ്റർ. യുവിന്റെ വാല്യൂ ഉണ്ട്, എസിന്റെ വാല്യൂ ഉണ്ട്, ടിയുടെ വാല്യൂ ഉണ്ട്. ബൈ ദ ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു ut + ½ at² പ്രകാരം ആക്സിലറേഷൻ കണ്ടുപിടിക്കുക അല്ലേ. ഇവിടെ നിന്ന് എഴുതി നോക്കാം. ആക്സിലറേഷൻ എസ് എത്രയാണ്? 1000.
1000 meter is equal to u. Initial relative velocity എത്രയാണ് 5 ഇൻറ്റു ടൈം എത്രയാണ് 40 സെക്കൻഡാണ് ഇവൻ ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം. അതിന് മുന്നേ ഇവനെ കടന്നു പോകണം. അപ്പോൾ ടൈം ഈസ് 40 പ്ലസ് ഹാഫ് ഇൻറ്റു എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ഇൻറ്റു ടിയുടെ സ്ക്വയർ. ടി എന്ന് വെച്ചാൽ 40യുടെ സ്ക്വയർ 40 സ്ക്വയർ എന്താണ് 1000 യൂണിറ്റ് ഒന്നും വേണ്ട ഇവിടെ. 1000 is equal to 200 plus half into 40യുടെ സ്ക്വയർ is 1600. a into half into a into 1600. ആ രണ്ടും 1600 തുടങ്ങി വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 800 എന്ന് കിട്ടും അല്ലേ. ഈ 200 ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1000 മൈനസ് 200 is equal to ഇവിടെ 800 a എന്ന് കിടക്കും. 1000 മൈനസ് 200 എന്ന് വെച്ചാൽ എത്രയാണ്? 800 is equal to 800 a or a is equal to എത്രയെന്ന് കിട്ടും? 1 meter per second square. ആൻസർ നമുക്ക് കിട്ടി. എന്താണ് ആൻസർ കിട്ടിയത്? 36 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുന്ന കാറിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 കാറുകൾ വരുന്നു 54 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ. 2 കാറുകൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഓഫ് 1 കിലോമീറ്റർ അകലത്തിൽ നിന്നപ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന കാറിന് മുമ്പിൽ പോകുന്ന കാറിനെ ഓവർടേക്ക് ചെയ്ത് പോകാനായി ആഗ്രഹമുണ്ടായി. അങ്ങനെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് വേണ്ട ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന ആക്സിലറേഷൻ ആണ്. നന്നായിട്ട് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. 2 towns A and B are connected by regular bus service with a bus leaving in either direction every 10 minutes. A man cycling with a speed of 20 km per hour in the direction A to B notices that a bus goes past him every 18 minutes in the direction of his motion and every 6 minutes in the opposite direction. What is the periodicity of the bus service and with what speed do the buses ply on the road? നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനൊക്കെ ആദ്യമേ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നല്ലവണ്ണം ശ്രദ്ധിച്ചു നോക്കുക ക്വസ്റ്റ്യൻ എന്താണെന്ന്. 2 പ്രാവശ്യം നേരത്തെ ക്വസ്റ്റ്യനിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ 1-2 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. വീഡിയോ പോസ് ചെയ്ത് വെച്ച് വായിച്ചു നോക്കുക. ശേഷം നമുക്ക് വീഡിയോ ബാക്കി കണ്ടു തുടങ്ങാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 2 ടൗൺ ഉണ്ട്. ഇവിടെ എ എന്ന് പറയുന്നൊരു ടൗണും ഇവിടെ ബി എന്ന് പറയുന്ന ടൗണും. എ എന്ന് പറയുന്ന ടൗണിൽ നിന്നും ബി എന്ന് പറയുന്ന ടൗണിലേക്ക്, എ എന്ന് പറയുന്ന ടൗൺ, ബി എന്ന് പറയുന്ന ടൗൺ, എ എന്ന് പറയുന്ന ടൗണിൽ നിന്നും ബി എന്ന് പറയുന്ന ടൗണിലേക്ക് നിശ്ചിത സമയ ഗ്യാപ്പിൽ ബസ്സുകൾ പോകുന്നുണ്ട്. നിശ്ചിത സമയ ഗ്യാപ്പിൽ ഇങ്ങനെ ബസ്സുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, കിളിമാനൂരിൽ നിന്ന് അല്ലെങ്കിൽ ആറ്റിങ്ങിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 15 മിനിറ്റ് ഗ്യാപ്പിൽ ഓരോ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് എയിൽ നിന്നും ബിയിലേക്ക് ബസ് ഒരു ടി എന്ന ടൈം ഇന്റർവെല്ലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടി എന്ന ടൈം ഇന്റർവെല്ലിൽ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ പറഞ്ഞിരിക്കുന്നത് 2 towns A and B are connected by regular bus service with a bus leaving in either direction every 10 minutes. അപ്പോൾ ഓരോ ബസ് പോകുന്ന സമയം T മിനിറ്റ് ആണ്. അങ്ങോട്ടും പോകും ഇങ്ങോട്ടും വരും. ബിയിൽ നിന്ന് തിരിച്ചും വന്നുകൊണ്ടിരിക്കുകയാണ് ബസ്സുകൾ. തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങലിലേക്കും നിശ്ചിത സമയത്തിൽ നിന്ന് ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങോട്ട് പോകുന്നത്, ഇത് ഇങ്ങോട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ മാൻ സൈക്ലിംഗ് വിത്ത് സ്പീഡ് ഓഫ് 20 km per hour in the direction A to B notices that എയിൽ നിന്നും ബിയിലേക്ക് ഒരാള് 20 km per hour വേഗത സൈക്കിളിൽ പോകുന്നു. ഒരാള് സൈക്കിളിൽ സഞ്ചരിച്ച് പോവുകയാണ്. ഒരാൾ ഇവിടെ നിന്ന് സൈക്കിളിൽ തിരുവനന്തപുരത്തേക്ക് സഞ്ചരിച്ച് പോവുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ സൈക്കിളിൽ പോവുകയാണ്. ഈ സൈക്കിളിൽ പോയ ആളിന് എന്ത് മനസ്സിലായി? ഈ സൈക്കിളിൽ പോയ ആളിന്, അങ്ങോട്ട് പോകുന്ന ആളിന് മനസ്സിലായി ബാക്കിൽ നിന്നും ഓരോ 18 മിനിറ്റിലും ഇദ്ദേഹത്തിന് ഓരോ ബസ് ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഓരോ 18 മിനിറ്റിലും ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ബസ് ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഓപ്പോസിറ്റ് വരുന്ന ബസ്സുകൾ അദ്ദേഹം 6 മിനിറ്റ് ഗ്യാപ്പിലും കാണുന്നുണ്ട്. നല്ലപോലെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. എയിൽ നിന്ന് ബിയിലേക്ക് സൈക്കിളിൽ 20 km per hour പോയ ആള് അദ്ദേഹത്തിന് ഓരോ 20 മിനിറ്റ് ഗ്യാപ്പിലും ഓരോ 18 മിനിറ്റ് ഗ്യാപ്പിലും ഓരോ ബസ് ഓവർടേക്ക് ചെയ്ത് പോകുന്നതായിട്ട് കണ്ടു. അതോടൊപ്പം തന്നെ ഓരോ 6 മിനിറ്റിലും അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ബസ് പോകുന്നതും കണ്ടു. എങ്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ടൈം ഗ്യാപ്പിലാണ് ആ ബസ്സുകൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്, എത്രയാണ് ആ ബസ്സുകൾ സഞ്ചരിക്കുന്ന വെലോസിറ്റി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം ബസ്സുകളെല്ലാം കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകുന്നു എന്ന് അസ്യൂം ചെയ്യാനേ പറ്റൂ. അങ്ങനെ അസ്യൂം ചെയ്താൽ മതി. ഇതാണ് ക്വസ്റ്റ്യൻ. നല്ലപോലെ ശ്രദ്ധിക്കുക. ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ പോകുന്ന ബസ്സുകളാണെന്നുണ്ടെങ്കിൽ ആ ബസ്സിന്റെ എല്ലാം വെലോസിറ്റി ഞാൻ വി എന്നങ്ങ് അസ്യൂം ചെയ്യും. ആ വെലോസിറ്റി, ബസ്സിന്റെ വെലോസിറ്റി വി ആണെങ്കിൽ ഓരോ ടൈം ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. വി ഇൻറ്റു ടി.
ഈ ഗ്യാപ്പ് എല്ലായിടത്തും v ഇൻറ്റു ടി ആയിരിക്കും. കാര്യം സെയിം വെലോസിറ്റിയിലുമാണ് ഒരേ സമയത്താണ് അവിടെ നിന്ന് ബസ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടൈം ഗ്യാപ്പ് എല്ലായിടത്തും എന്ത് തന്നെ ആയിരിക്കും? വി ടി തന്നെ ആയിരിക്കും. ഇവിടുത്തെ ടൈം ഗ്യാപ്പ് എന്ത് തന്നെ ആയിരിക്കും? വി ടി. കാര്യം എന്താണ്? ബസ്സുകളെല്ലാം സെയിം വെലോസിറ്റിയിൽ പോവുകയാണ്. ഇവിടെ നിന്നെല്ലാം ഒരേ ടൈം ഇന്റർവെല്ലിൽ ബസ്സിനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഒരു ബസ്സിന് ഈ ഒരു ബസ് ഇവിടെ ഇദ്ദേഹത്തിന് കടന്നുപോയി. ബാക്കിൽ നിന്ന് വരുന്ന ബസ്സിന് ഇദ്ദേഹത്തിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയമാണ് അദ്ദേഹം ആ ബസ്സിനെ കാണുന്ന സമയം. ബാക്കിൽ നിന്ന് വരുന്ന ബസ്സിന് ഇദ്ദേഹത്തിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയമാണ് അദ്ദേഹത്തിന് ബസ് ഓവർടേക്ക് ചെയ്ത് പോകുന്നതായിട്ട് തോന്നുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ഗ്യാപ്പ് അല്ലേ ആ ബസ് സഞ്ചരിക്കുന്ന ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബസ്സിനെ അദ്ദേഹം കണ്ടു, അടുത്ത ബസ്സിനെ അദ്ദേഹം കാണണം. ആ ബസ്സിനെ അദ്ദേഹം കാണണമെന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും? 18 സെക്കൻഡ് എടുക്കും. ആ ഒരു ദൂരം ഈ അദ്ദേഹത്തിനെ കണ്ടെത്താനായി ഈ ബസ് സഞ്ചരിക്കുന്ന ദൂരം എന്ന് വെച്ചാൽ ഈ ടൈം ഗ്യാപ്പ് തന്നെയല്ലേ? അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയല്ലേ? അപ്പോ ഈ ഒരു ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ വി ടി എന്നതാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? വി ടി ആണ്. ഈ ഡിസ്റ്റൻസ് ആണ്. അതിനെടുക്കുന്ന ടൈമാണ് എത്ര? 18 മിനിറ്റ്. 18 മിനിറ്റ് എന്ന് എടുക്കുന്നു. ഈ 18 മിനിറ്റിനെ നമുക്ക് കിലോമീറ്ററിലോട്ട് മാറ്റാം, അവറിലോട്ട് മാറ്റാം. കാര്യം ഇദ്ദേഹത്തിന്റെ സ്പീഡ് തന്നിരിക്കുന്നത് 20 km/h എന്നല്ലേ. അപ്പൊ ഈ 18 മിനിറ്റിനെ അവറിലോട്ട് മാറ്റി കഴിഞ്ഞാൽ 18/60 ഇതാണ് ഇവിടുത്തെ അവർ. ഇവിടെ ഈ ബസ്സിന് സൈക്ലിസ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് ടു സൈക്ലിസ്റ്റ്. വെലോസിറ്റി എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് ടു സൈക്ലിസ്റ്റ്. സെയിം ഡയറക്ഷനിലാണ്. ബസ്സിന്റെ വെലോസിറ്റി v ആണെങ്കിൽ v - 20. പറഞ്ഞ കാര്യം, ഓരോ 18 മിനിറ്റിലും ഓരോ ബസ് ഓവർടേക്ക് ചെയ്ത് പോകുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു, അദ്ദേഹം കാണുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ബസ് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ആ ബസ് സഞ്ചരിച്ച് വന്നെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റൂ. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഈ ബസ് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ്. ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? തന്നിട്ടുണ്ട് 18 എന്ന് തന്നിട്ടുണ്ട്. 18 മിനിറ്റ് ആണ് നമ്മൾ അവറിലോട്ട് അങ്ങ് മാറ്റി. ഇനി ആ ബസ്സിന് സൈക്ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് ടു സൈക്ലിസ്റ്റ് എന്ന് വെച്ചാൽ എത്രയാണ്? v - 20. ഇവിടെ നമുക്ക് ഇക്വേഷൻ കൊടുക്കാലൂടെ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന ഇക്വേഷൻ നമുക്ക് കൊടുക്കാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന ഇക്വേഷൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ കൊടുക്കാം. സ്പീഡ് ഇൻറ്റു ടൈം കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? സ്പീഡ് എത്രയാണ്? v - 20 ഇൻറ്റു ടൈം എത്രയാണ്? 18/60. ഇതവിടെ കിടന്നോട്ടെ. ഇക്വേഷൻ നമ്പർ 1. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? വി ടി ആണ് അല്ലേ. അപ്പോൾ v ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു v - 20 ഇൻറ്റു 18/60. അതവിടെ കിടന്നോട്ടെ. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതിനൊന്ന് സങ്കല്പിച്ചേ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതാണ് സങ്കല്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോഴും ബസ്സിന് ഇദ്ദേഹത്തിനെ പാസ് ചെയ്യാനായിട്ടുള്ള ഡിസ്റ്റൻസ് ഇത് തന്നെയാണ്. ഇദ്ദേഹം ഇവിടെ നിൽക്കുന്നു. ഈ ബസ്സിന് ഇദ്ദേഹത്തിനെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് തന്നെയാണ് കവർ ചെയ്ത് വരേണ്ടത്. ബസ് ഇങ്ങോട്ട് വരെയല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിനെ പാസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോകണം. അപ്പോൾ രണ്ടാമത്തെ കേസിലും ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എത്ര തന്നെയാണ്? വി ടി തന്നെയാണ്. കാര്യം ആ ഗ്യാപ്പ് എല്ലാം വി ടി ആണ്. ബസ്സിന് ഇദ്ദേഹത്തിനെ കാണണമെന്നുണ്ടെങ്കിൽ വി ടി ഡിസ്റ്റൻസ് അനുസരിച്ച് വരണം. അതിനെടുക്കുന്ന ടൈം എത്രയാണ് തന്നിട്ടുണ്ട്? 6 മിനിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. ഈ 6 മിനിറ്റ് നമ്മൾ അവറിലോട്ട് മാറ്റുന്നു. 6/60 അവർ. ഇനി എന്ത് തന്നിട്ടുണ്ട്? സ്പീഡ്. ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? ഇവിടുത്തെ വെലോസിറ്റി എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് ടു സൈക്കിൾ. എന്തെന്ന് എഴുതും നമ്മൾ? ബസ്സും സൈക്ലിസ്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ വെലോസിറ്റി ഈസ് v + 20. ഇവിടെ ഡിസ്റ്റൻസിനുള്ള ഇക്വേഷൻ എന്ത് കൊടുക്കാം? ഡിസ്റ്റൻസ് വി ടി ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാണ്? v + 20 ഇൻറ്റു ടൈം 6/60. ഇക്വേഷൻ നമ്പർ 2. ഒന്നാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷന്റെയും LHS VT അല്ലേ. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യണം. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ VTക്ക് പകരം ഈ വാല്യൂവും കൊടുക്കുന്നു. എന്താണ്? v + 20 ഇൻറ്റു 6/60 is equal to v - 20 into 18/60. v - 20 into
18 ഡിവൈഡഡ് ബൈ 60. ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? 16 പോയി, ഈ 6ഉം ഈ 18ഉം പോയാൽ 3 എന്ന് കിട്ടും. അപ്പോൾ v + 20 ഈസ് ഈക്വൽ ടു, ഓപ്പൺ ചെയ്താൽ 3v - 60 എന്ന് കിട്ടും. സോൾവ് ചെയ്യാമല്ലോ. ഇതിൽ നിന്ന് v അങ്ങ് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 3v - v എന്ന് കിട്ടും. ഈ -16 ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 20 + 60 എന്ന് കിട്ടും. അപ്പോൾ എന്തെഴുതാം നമുക്ക്? 3v - v എന്ന് വെച്ചാൽ 2v. 2v ഈസ് ഈക്വൽ ടു 80. v ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 40. നമ്മൾ എടുത്തിട്ടുള്ള യൂണിറ്റ് km/h ആണ്. അപ്പോൾ ബസ് പോകുന്ന വെലോസിറ്റി എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? ബസ് പോകുന്ന വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 km/h ആ ബസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടി. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുള്ള ബസ് സഞ്ചരിക്കുന്ന വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് എത്ര ടൈം ഗ്യാപ്പിലാണ് ആ ബസ്സുകൾ ഇവിടെ നയിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര ടൈം ഗ്യാപ്പിലാണ് ആ ബസ്സുകൾ ഇവിടെ നയിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? രണ്ടാമത്തെ ഇക്വേഷൻ ഇങ്ങനെ എടുത്തു. v + 20 ഈസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു vt. അതിൽ വിയുടെ വാല്യൂ അല്ലേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്? വിയുടെ വാല്യൂ എത്രയാണ്? 40 എന്ന് കിട്ടിയല്ലേ? ഇപ്പോൾ v + 60 ഈസ് 60 ഇൻറ്റു 6/60 ഈസ് ഈക്വൽ ടു, വിയുടെ വാല്യൂ എത്രയാണ്? 40. 40 ഇൻറ്റു t. ഇത് വെട്ടിക്കളയാലോ. ദെൻ t ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 6 ഡിവൈഡഡ് ബൈ 40 എന്ന് കിട്ടും. t ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 6 ഡിവൈഡഡ് ബൈ 40 അവർ എന്ന് കിട്ടും. 6 ഡിവൈഡഡ് ബൈ 40 അവർ എന്ന് കിട്ടും. 6 ഡിവൈഡഡ് ബൈ 40 അവറിനെ നമുക്ക് എങ്ങനെ മിനിറ്റിലോട്ട് മാറ്റാം? എങ്ങനെയാണ് അവറിനെ മിനിറ്റിലോട്ട് മാറ്റുന്നത്? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ഇപ്പം എന്താണ്? t ഈസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 60. ഇത്രയെന്ന് കിട്ടും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 36 ഡിവൈഡഡ് ബൈ 4. 36 ഡിവൈഡഡ് ബൈ 4 ഈസ് 9 മിനിറ്റ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തെന്ന് കിട്ടി? ബസ്സുകൾ ടൗണിൽ നിന്ന് 9 മിനിറ്റ് ഗ്യാപ്പിലാണ് അവിടെ മൂവ് ചെയ്ത് പോകുന്നത്. ആ ബസ്സുകൾക്ക് മൂവ് ചെയ്യുന്ന കോൺസ്റ്റന്റ് വെലോസിറ്റി എത്രയാണെന്ന് കിട്ടി? 40 km/h ആണെന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ക്വസ്റ്റ്യൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ കൺഫ്യൂഷൻ മാറണം.